റിലീസ് ആയതിന് ശേഷം സംസാരിച്ചിട്ടുണ്ടായിരുന്നു നേരിട്ടിട്ട്? ഇല്ല, നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫോണിലുള്ള കമ്മ്യൂണിക്കേഷനാണ് കൂടുതൽ, മെസ്സേജ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ L3ലേക്കും ഈ എഡിറ്റർ തന്നെയാണോ വരാൻ പോണേ അസ്രയേൽ? ഒന്നും അറിയില്ല, അത് നമ്മൾ അടുത്തതിനെ കുറിച്ച് ഇപ്പോൾ സംസാരിച്ചിട്ട് കാര്യമില്ല, അതൊക്കെ ആ സമയത്ത് സംഭവിക്കട്ടെ. എല്ലാവരും ടീം മൊത്തം ഹാപ്പിയാണ്, രാജേട്ടൻ എല്ലാവരും ഹാപ്പിയാണ്, 100% ഹാപ്പിയാണ്. പിന്നെ ഇങ്ങനെ ഒരു സിനിമ എന്താ പറയുക, ഇങ്ങനെ ആ സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. അത് നമ്മളിപ്പോൾ ഒരു തുടക്കക്കാരന്. ലാലേട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എല്ലാവരും ലൊക്കേഷനിൽ കണ്ടതായിരുന്നു. നമ്മൾ ലാസ്റ്റ്, അതായത് ത്രൂ ഔട്ട് ലാസ്റ്റ് ഡേ വരെ ഷൂട്ട് പാക്കപ്പ് ആകുന്നതൊക്കെ ലാൽ സാറ് സീൻ എടുത്തിട്ടാണ് നമ്മൾ പാക്കപ്പ് ആയത്. ആ സമയത്ത് കണ്ടതല്ല, പിന്നീട് കണ്ടിട്ടില്ല. ചേട്ടാ, ഇതിലും വലിയൊരു വിജയമായിരുന്നു നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്? ഇത് വലിയ വിജയല്ലേ? അല്ല, ഞാൻ ആക്ച്വലി ബിസിനസ്സിൽ ഒരു അല്ല, അങ്ങനെയൊന്നുമല്ല. നമ്മളത് എന്തായാലും എല്ലാവരും അംഗീകരിക്കുക, നല്ലൊരു രീതിയിൽ പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടുക, അത് എത്രത്തോളം വരും അത്രത്തോളം വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. അത് ഇനിയും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസം കൂടി ഓടട്ടെ, കണ്ടവർ തന്നെ കാണട്ടെ, കാണാത്തവരെല്ലാവരും കാണട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ശരിക്കും ഇപ്പോൾ മലയാളത്തിൻ്റെ നായികക്കല്ലായിട്ട് മഞ്ജുമലായിരുന്നു ടോപ്പായിട്ട് നിന്നത്. മഞ്ജുമലിനെ ഇപ്പം 2 ദിവസത്തിന് മുമ്പ് വെട്ടിച്ചു. ഇപ്പോൾ അങ്ങനെയൊന്നും പറയണ്ട, വെട്ടിച്ചതല്ലേ. അല്ല, എന്നാലും ഇപ്പം ഇതിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ ശരിക്കും മലയാള ഇൻഡസ്ട്രി. തീർച്ചയായിട്ടും അത് ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് നമ്മളെ അതിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരു അഭിമാനമുണ്ട്, സന്തോഷം. അടുത്ത എഡിറ്റോറിയൽ ഫിലിംസ് ഞാൻ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ആക്ച്വലി 2 വർഷമായിട്ട് ഈ വർക്കിൻ്റെ പിന്നാലെയായിരുന്നു. ഇനി 1-2 കഥകൾ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു മന്തിന് ശേഷമൊക്കെ ഏതെങ്കിലും ഒന്ന് കമ്മിറ്റ് ചെയ്യും. ഇതിന് ശേഷം ഇപ്പോൾ ഇറങ്ങിയതിന് ശേഷം ഈ കട്ട് ചെയ്തല്ലോ, അത് വിഷമം എങ്ങനെയായിരുന്നു? എൻ്റെ ഫീൽ എന്താണ് ശരിക്കും? അതൊന്നുമില്ല, അതിപ്പോൾ നമ്മൾ ചെയ്തല്ലേ പറ്റും. അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയല്ല, സിനിമ നിലനിർത്തുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അത് മറ്റൊരു കാര്യം ചിന്തിക്കാതെ അത് ചെയ്തു, അത് ഹാപ്പി. അതിപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ട്, ഇപ്പോൾ കണ്ടിറങ്ങുന്നവർ പറയുന്നുണ്ട് അത് അങ്ങനെ കട്ട് ചെയ്ത് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതന്നെ സന്തോഷം. ആർക്കും അത് കട്ട് ചെയ്ത് മനസ്സിലാവാതെ ആ ഫ്ലോ നഷ്ടപ്പെടാതെ കാണാൻ പറ്റട്ടെ. കട്ട് ചെയ്തതിന് ശേഷം കണ്ടായിരുന്നു, പടം കണ്ടായിരുന്നു? ഞാൻ കണ്ടിട്ടാണല്ലോ, തിയേറ്ററിൽ പോയില്ല. ഞാനത് നമ്മൾ കട്ട് ചെയ്തിട്ട് എല്ലാ വേർഷനും എല്ലാ ലാംഗ്വേജും നമ്മൾ കണ്ടിട്ടാണ് തിയേറ്ററിലേക്ക് പിന്നെ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നലെ ടോവിനോ തോമസ് ഞാനത് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഒന്നല്ല, അതായത് ഇപ്പോൾ ഇന്ത്യയിൽ പുരോഗതി വന്നിട്ടില്ല എന്ന്, മറ്റു രാജ്യങ്ങളിൽ പുരോഗതി വന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും പറയുന്നത് ഈ എമ്പുരാൻ്റെ വിഷയത്തെ ചുറ്റിപ്പറ്റിയിട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ വീണ്ടും തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്, അഭിപ്രായം വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ ഈ കുറച്ച് കാലം മുന്നേ നടന്നൊരു ഇൻസിഡൻറ്റ് വീണ്ടും ഫിലിമിലേക്ക് ആകുമ്പോൾ അത് നമ്മൾ ആളുകളിലേക്ക് അറിയിക്കുന്നു. കുറേ ആൾക്കാർക്ക് അറിയണ്ടല്ലോ, ഈ 2K കിഡ്സിനൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ അറിയിക്കുമ്പോൾ വീണ്ടും കുറച്ച് പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ വീണ്ടും പല അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നു. അപ്പം അങ്ങനെ നോക്കിയെങ്കിൽ ഇന്ത്യക്ക് വീണ്ടും പുരോഗതി വന്നിട്ടില്ല എന്നാണ് വിമർശനങ്ങൾ വരുന്നത്. ഇതിനിപ്പോൾ ഞാനെന്താണ് പറയേണ്ടത്? ചേട്ടൻ്റെ ശരിക്കും മനസ്സിലായി എന്താണ് ശരിക്കും ഈ വെട്ടിയതിനെ കുറിച്ച് എന്താണ് ചേട്ടന് ശരിക്കും പറയാനുള്ളത്? ഒരു എഡിറ്റർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ പറഞ്ഞാൽ? ഒന്നുമില്ല, അതിൽ ഞാനീ പറഞ്ഞില്ല, ആ സിനിമ ഇറങ്ങി 2-3 ദിവസം കഴിയുമ്പോഴുള്ള എതിരഭിപ്രായങ്ങളും കാര്യങ്ങളും കേട്ട് അത് പ്രൊഡക്ഷനും ആൾക്കാരും തീരുമാനം എടുത്തു, ഇത് നമുക്കത് ഒരു മാറ്റം വരുത്താമെന്ന് വിചാരിച്ച് എന്നിലേക്ക് അത് നമ്മളോട് ഒരു എഡിറ്ററോട് പറയുന്നത് നമുക്ക് മാറ്റം വരുത്താം. ആ സമയത്ത് നമ്മൾ മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കുകയല്ല വേണ്ടത്. അത് എത്രയും പെട്ടെന്ന് അത് ചെയ്യുക, അത് എത്രയും പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ആളുകൾ അതൊരിക്കലും കാണാതെ പോകരുത്. അല്ലാതെ ആ ഒരൊറ്റ കാരണം കൊണ്ട് ആ സിനിമ ഇല്ലാതാവരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പൈസ മുടക്കിയെടുത്ത് ഇത്രയും വലിയൊരു പടം, മലയാള സിനിമയിൽ ഇങ്ങനെ വന്നൊരു പടം, അപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, വലിയ ആൾക്കാരുള്ളൊരു സിനിമ, അത് ഇത്രയും വലിയ പ്രൊഡക്ഷൻ ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് ആൻ്റണി പെരുമ്പാവൂർ എന്ന് പറയുന്നൊരു സാർ ഇല്ലായിരുന്നു എങ്കിൽ എനിക്ക് പുള്ളിക്ക് മാത്രം ഇങ്ങനെ ഒരു പടം, പുള്ളിക്ക് മാത്രമെന്നല്ല, പുള്ളി ഈ സിനിമയിൽ എടുത്തിരിക്കുന്ന ഒരു ധൈര്യം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പുള്ളിക്കാണ് ശരിക്കും ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരാളുടെ ആ സിനിമ ഇത്രയും ആഗ്രഹിച്ചെടുത്തിട്ട് അത് പുള്ളിയൊക്കെ ലാൽ സാറിനുള്ളൊരു ആരാധനയും കൂടിയാണല്ലോ ഇത്രയും ഒരു വലിയൊരു സിനിമ എടുക്കുന്നത്. ആ സിനിമ എവിടെ എത്താതെ പോകരുത്. അപ്പോൾ അത് നമ്മൾ ആ സമയത്ത് അതല്ല ഞാൻ ചിന്തിക്കുന്നത്. അവർ പറഞ്ഞ ജോലി അപ്പോൾ തന്നെ ഞാൻ ചെയ്തു. അത് പെട്ടെന്ന് കട്ട് ചെയ്തു, അത് പെട്ടെന്ന് തിയേറ്ററിലേക്ക് എത്തിച്ചു. ഈ രാജുവേട്ടൻ എന്ന് പറഞ്ഞത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞ വെറും ഒരു ഡയറക്ടറല്ല. അന്ന് 10 വർഷം 5 വർഷം മുന്നേ കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ആയതുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം എന്താണ് ഇത് സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട് വന്നാൽ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ വിമർശനങ്ങൾ ഉണ്ടാകും, അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള വിവരം ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം. അദ്ദേഹത്തിന് അറിയാം ഈ രീതിയിൽ സബ്ജക്റ്റ് വരുമ്പോൾ ഇന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ അറിയാം. അത് കണ്ടറിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ചങ്കൂറ്റമാണ് ഈ രീതിയിലുള്ള ഒരു ഔട്ട് ഇറക്കുന്നത്. ഇതിന് മുന്നേ അങ്ങനെ ഡിസ്കഷൻ വന്നിട്ടുണ്ടായിരുന്നു, അതായത് ഈ രീതിയിലൊക്കെ? അത്തരം ഡിസ്കഷൻ നമ്മൾ സിനിമയെക്കുറിച്ച് മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു, ടെക്നിക്കൽ സൈഡ് സംസാരിക്കുന്നു, മുന്നോട്ട് പോകുന്നു. അതൊക്കെ അദ്ദേഹവും പുള്ളിയുടെ മനസ്സിലുള്ള കാര്യങ്ങളായിരിക്കില്ല. അതിനെക്കുറിച്ച് സംസാരിക്കില്ല. ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കഷ്ടപ്പെട്ട് കട്ട് ചെയ്യാവുന്ന ഏതെങ്കിലും സീക്വൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു? കഷ്ടപ്പെട്ട് കട്ട് ചെയ്യാൻ എല്ലാത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ബിഗിനിങ് സീനൊക്കെ കുറച്ച് ടൈം എടുത്ത് ചെയ്തതാണ്.
പിന്നെ അതുപോലെ നമ്മുടെ പിന്നെ ലാസാർ ഇൻട്രൊഡക്ഷനൊക്കെ കുറേ ടൈം എടുത്ത് പിന്നെ എല്ലാ സീനുകൾക്കും നമ്മൾ ഒരുപാട് ദിവസം എടുത്തിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ട് എല്ലാ സീനുകൾക്കും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയത് യൂട്യൂബിൽ വരുമെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അങ്ങനെ അല്ല, ഈ നിലവിൽ കട്ട് ചെയ്തതല്ലാണ്ട് ഇനി ഓൾറെഡി കട്ട് ചെയ്ത വെർഷൻസ് വരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്താ ലൂസിഫറിൽ ലാലേട്ടൻ ബൈക്ക് ഓടിച്ചാൽ ബുള്ളറ്റ് അങ്ങനത്തെ സീൻസ് ഒന്നും ഇല്ല. ഡിലീറ്റഡ് സീനോ ഇല്ല, അങ്ങനെയൊന്നും ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരുപാടൊന്നും കട്ട് ചെയ്തിട്ടില്ല. അത് ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെയൊന്നും ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഈ ഫോറസ്റ്റിലുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതിൽ ആ മരം കത്തി വീഴുന്ന സംഭവങ്ങളൊക്കെ അതൊക്കെ ഇങ്ങനെ എഡിറ്റ് ബോർഡിലെത്തിയപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ആ ഒരു ജംഗിൾ പൊളി സംഭവം എങ്ങനെയായിരുന്നു? അങ്ങനെ അത് എല്ലാം പിന്നെ മരമൊക്കെ സെറ്റ് ഇട്ടിട്ട് ചെയ്തതാണ്. അതെല്ലാം ഡയറക്ടർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അത് പുള്ളി ഈ പറഞ്ഞ മരം വീഴണം, അതെല്ലാമായിട്ട് മാറണം, അതൊക്കെ മുൻകൂട്ടി പറഞ്ഞതായിരുന്നു. അതൊക്കെ വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നിയൊന്നുമില്ല. അതൊക്കെ കറക്റ്റായിട്ട് അതെല്ലാം കറക്റ്റായിട്ട് കിട്ടി. അതല്ല, എനിക്ക് തോന്നുന്ന മരം വീഴുന്ന ഒറ്റയ്ക്ക് തന്നെ ഓക്കെ ആയിട്ടുണ്ട്. അത് എല്ലാം ആ ഡയറക്ടർ എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് അത് റോബോട്ട് വീഴ്ത്തിയപ്പോൾ തന്നെ അത് ഒറ്റ ടേക്കിൽ ഓക്കെ ആയിരുന്നു. അത് ശരിക്കും അതൊരു ഡയറക്ടർ വേറെ രീതിയിൽ എന്താ പറയുന്നത്, നമുക്കത് ഡയറക്ടർക്ക് തന്നെയാണ് അതിൻ്റെ ഫുൾ കൈയടി കൊടുക്കേണ്ടത്. എല്ലാത്തിനും പുള്ളിക്ക് തന്നെ കൊടുക്കേണ്ടത്. എന്നാലും അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു മിന്നൽ വരുന്നു, പിന്നെ മരം കത്തുന്നു, പെട്ടെന്ന് ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിച്ചത്. ലാലേട്ടൻ്റെ ഇൻട്രോ സീനിൽ 4 ഹെലികോപ്റ്റർ കാണിക്കുന്നത്. ഒറിജിനലി 4 ഹെലികോപ്റ്റർ ഉണ്ടായിരുന്ന നോക്കാൻ പറ്റും. അങ്ങനെയാണ് ഇതുവരെയുള്ള റിപ്പോർട്ട്. ബാക്കിയൊന്നും അറിയില്ല. അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇപ്പം ചേട്ടനൊക്കെ പറഞ്ഞത് അതാ. ഇപ്പം സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ചൊന്നും ഇപ്പം ചിന്തിക്കുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ വഴി അറിയായിരിക്കും.